ഹായ് വെൽക്കം. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു മസാല ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. സൂപ്പർ ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരുപാട് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാത്രമല്ല നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഹെൽത്തി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം. ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ചുടുവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ 1 സ്പൂൺ വെച്ചിട്ടാണ് എല്ലാ മെഷർമെൻറ്റും പറയുന്നത്. ടീസ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ടീസ്പൂൺ വരും. അപ്പോൾ ആദ്യം വേണ്ടത് മല്ലിയാണ്. മുഴുവനായിട്ടുള്ള മല്ലിയാണ്. മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങൾ ചേർത്താൽ മതി. മല്ലിപ്പൊടി ചേർത്താൽ നന്നായിരിക്കില്ല. മല്ലി 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. 1/2 സ്പൂണാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 3/4 സ്പൂൺ വരെ ചേർക്കാം. പിന്നെ വേണ്ടത് ഇടിച്ച മുളകാണ്. ക്രഷ്ഡ് ചില്ലി 1 സ്പൂൺ എടുക്കുന്നുണ്ട്. എല്ലാ മെഷർമെൻറ്റും സെയിം സ്പൂണിൽ തന്നെയാണ് പറയുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് ചതച്ചെടുക്കണം. എല്ലാം ഒരുമിച്ച് ചേർത്ത് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായി ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിൽ അരച്ചെടുക്കാതെ നന്നായി ക്രഷ് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത സെയിം കപ്പിലാണ് വെള്ളവും അളക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന പൊടിക്ക് 1/4 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെയാണ് കുഴക്കേണ്ടതെങ്കിലും ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അത്രയും ഒരുപാട് ലൂസായി പോവരുത്. നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് പൊടി നന്നായിട്ട് നനഞ്ഞു കിട്ടുള്ളൂ. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും നനഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം എടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നാലാണ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുക. ഇത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച മസാലയാണ്. ഇത് കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് പൊടി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കും. എന്നാലും ചൂടോടെ കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 ആക്കി തിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. ഇനി ഓരോന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി പലകയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തും പരത്തിയെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കാര്യമായി ഒട്ടിപ്പിടിക്കില്ല. എന്നാലും 2 രീതിയിലും നമുക്ക് പരത്തി നോക്കാം. ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കുന്ന തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ആക്കി എടുക്കാം. ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അതിനേക്കാൾ ഈസി മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി.
നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന അത്രയും ഈസി ആയിട്ട് അരിപ്പൊടി വെച്ചുള്ളത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 എണ്ണം ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അരിപ്പൊടി ഉപയോഗിച്ച് പരത്തി നോക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിലോട്ട് തന്നെ കുറച്ച് പൊടിയിട്ട ശേഷം പരത്തുകയാണ് ചെയ്തത്. 2 സൈഡിലും പൊടിയാക്കിയ ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. നേരത്തെ എണ്ണ ഉപയോഗിച്ച് പരത്തിയതിനേക്കാളും ഈസി ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പൊടി ഉപയോഗിച്ച് പരത്തിയെടുത്താലും ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നതായി തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കത്തിയിൽ തേച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താലും മതി. ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഈ ചിപ്സ് വറുത്തെടുക്കാനായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്താണ് ഇത് ഫ്രൈ ആയി കിട്ടുക. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 10 മിനിറ്റോളം എടുക്കും ഒരു ബാച്ച് ആയി കിട്ടാനായിട്ട്. ഇടയ്ക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായി ഇട്ടിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമ്മുടെ ചിപ്സ് ഏകദേശം എടുക്കാനായിട്ടുണ്ട്. നമ്മൾ മുറുക്കുണ്ടാക്കിയ പോലെ തന്നെ എണ്ണയിലെ പതയെല്ലാം ഒരുവിധം നന്നായി കുറഞ്ഞു വരുന്ന സമയത്താണ് കോരിയെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. കോരിയെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം നമുക്ക് പോയി കിട്ടും. ഞാൻ 4 ബാച്ചായിട്ട് തന്നെയാണ് ഈ ചിപ്സ് വറുത്തെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ക്രിസ്പി ആയിരിക്കും. നമ്മൾ മസാലയെല്ലാം ചേർക്കുന്നത് കൊണ്ട് നല്ല ഫ്ലേവർ കൂടിയാണ്. നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.